അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എപ്പോഴും വരികയില്ല. ആ അവസരങ്ങളെ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാൻ കഴിയുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. നമ്മുടെ മുമ്പിലേക്ക് മറ്റൊരു അവസരം വരികയാണ്. ബീറ്റ് ഫോറസ്റ്റ് എക്സാം ഡിസംബറിൽ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പം ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് മാത്തമാറ്റിക്സ് സെറ്റായിട്ട് പഠിച്ച് അതിൽ നിന്നുള്ള മാർക്ക് മാക്സിമം ആ 10ൽ 10 സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വെൽക്കം ടു ടോപ്പെക്സ് PSC. ഇന്ന് നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് തന്നെ പഠിച്ച് സെറ്റായിട്ട് മുമ്പോട്ട് പോകാൻ. അപ്പം എല്ലാവരും കൂടെ പോരെ. നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. നോക്കിക്കേ മക്കളെ, ദശാംശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ദശാംശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്താണ് പറയുന്നത്? 1 ഗുണം 1 പോയിന്റ് 1 ഗുണം 0.01 1 ഗുണം 0.01 1 ഗുണം 0.01 0.01 ഇൻറ്റു 0.0001. ഓക്കെ, അപ്പം ഇത് ഗുണിക്കുമ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഈ ദശാംശം ഇല്ലാതെ, ഡെസിമൽ ഇല്ലാതെ എല്ലാത്തിനെയും കാണുക. ഇത് എത്രയാണ്? അങ്ങനെ വരുമ്പോൾ ഇതൊന്ന് 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 1നെ 3 തവണ ഗുണിച്ചു കഴിഞ്ഞാൽ 1 തന്നെയാണ് കിട്ടുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ പോയിന്റ് ഉള്ള സംഖ്യകൾ നോക്കുക. ഇതിൽ പോയിന്റ് ഉണ്ട്, പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ്. അപ്പം നമ്മുടെ ഉത്തരത്തിൻ്റെ അകത്ത് പോയിന്റ് കഴിഞ്ഞ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? അത്രയും ഡിജിറ്റുകൾ ഉണ്ടാവണം. അതായത് 6 സംഖ്യകൾ ഉണ്ടാവണം. അപ്പം ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? വലത്ത് നിന്ന് ഇടത്തേക്ക് 6 സ്ഥാനം മാറ്റി കുത്തിടുക. ഓക്കെ ആണല്ലോ. അതിൽ അവസാന ഡിജിറ്റിൽ നിന്നും ഇങ്ങോട്ട് പുറകോട്ട് 6 ഡിജിറ്റ് മാറ്റി കുത്തിടുക എന്ന് പറയും. ഇപ്പം ഇവിടെ ഒന്നാമത്തെ ഡിജിറ്റ് 2 ഇല്ല, 0 ഇട്ട് കൊടുത്തു. 3 4 5 6. അപ്പോൾ 6 സ്ഥാനം 1 2 3 4 5 6 മാറ്റി പോയിന്റ് ഇടുന്നു. അപ്പോൾ പോയിന്റ് 0 0 0 0 0 1. അപ്പോൾ പോയിന്റ് 0 0 0 0 0 1 ഏതാണടാ? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. നോക്കിക്കേ എത്ര ഉണ്ട്? 1 2 3 4 5 6 സംഖ്യകൾ. ഓക്കെ ആണല്ലോ, 6 ഡിജിറ്റുകൾ. അപ്പം ഇങ്ങനെ ദശാംശങ്ങളെ ഗുണിക്കുന്ന കാര്യം എപ്പോഴും കറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്ത ചോദ്യം ബോട്ട് മാസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് സുപരിചിതമില്ലാത്ത ഒരാൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. 3 + 3 of 3 divided by 3 of 3 into 3 എന്ന് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാം എന്താണ് മക്കളെ? ബോട്ട് മാസ് റൂള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബി എന്നാൽ ബ്രാക്കറ്റ് ആണ്, ഒ എന്നാൽ എന്താടാ? ഓഫ് ആണ്. ആ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പം നമുക്ക് തരുന്ന ഒരു ഗണിത ക്രിയക്കകത്ത് ഓഫ് എന്ന സാധനം ഉണ്ടെങ്കിൽ ആദ്യം അദ്ദേഹത്തെ ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഓഫിനെ കണ്ടുമുട്ടുന്നു. എത്ര സ്ഥലത്ത്? 2 സ്ഥലത്ത്. അപ്പോൾ അവരെ വേണം ആദ്യം ചെയ്യാൻ. ഇവിടെ എന്ത് വരും? 3 + 3 of 3 എന്ന് പറഞ്ഞു. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. അപ്പോൾ 3 × 3 9 വരും. ആ ഡിവിഷൻ അതുപോലെ തന്നെ ഇട്ടു. ഇവിടെയും ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. അപ്പോൾ 3 × 3 എന്നാണ് വരുന്നത്. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റുവിൻ്റെ മറ്റൊരു വേർഷൻ ആണ് കേട്ടോ. അപ്പോൾ ഓഫ് വന്നാൽ ഓഫിനെ വേണം ആദ്യം ചെയ്യാൻ എന്ന് അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. 3 × 3 അതെന്താണ്? 9 ആണ്. പിന്നെ ഇവിടെ ഒരു ഇൻറ്റു 3 ഉണ്ട്, അതും ഇട്ടു. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ. ഇപ്പോൾ ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ 3 + 9/9 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 1 ആണ്. 1 × 3 അതായത് ഇതെന്ത് വരും? 1 × 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ. 3 + 3 ആയിട്ടുള്ള 6 ആയിരിക്കും നമ്മളുടെ ആൻസർ. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലായി. ബോട്ട് മാസ് റൂളിൽ നിന്ന് ഒരു ചോദ്യവും സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതും കൈവിട്ട് കളയാൻ പാടില്ല. ശരി, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഞാൻ എക്സ്പോണൻസിന്റെ കോൺസെപ്റ്റ് പറഞ്ഞ് നിങ്ങളെ കുഴപ്പിക്കുന്നില്ല. എക്സ്പോണൻസിലെ ഒരൊറ്റ ഷോർട്ട് കട്ട്, ഒരൊറ്റ ആശയം നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് മക്കളെ, a/b all raised to -m എന്ന് പറഞ്ഞാൽ a/b raised to -m എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ തിരിച്ചിടാം. b/a whole raised to m ആയിരിക്കും. അതായത് ഈ മൈനസ് ഇതിനകത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a/bയുടെ റെസിപ്രോക്കൽ എഴുതുക എന്നുള്ളതാണ്. a/bയുടെ റെസിപ്രോക്കൽ a/bനെ തിരിച്ചിടുക. a/bനെ തിരിച്ചിടുക, അതിൻ്റെ വ്യുൽക്രമം നിങ്ങൾ അതൊന്നും അറിയേണ്ട. അതാ ഇത്രയും അറിഞ്ഞാൽ മതി. a/b റേസ് ടു പവർ മൈനസ് ആണെങ്കിൽ ആ ഫ്രാക്ഷനെ തിരിച്ചിടുക, പവർ മാത്രം ഇട്ട് കൊടുക്കുക. ഫ്രാക്ഷനെ തിരിച്ചിടുക, പവർ ഇടുക, തിരിച്ചിടുക, പവർ ഇടുക. a/b റേസ് ടു -m എന്നാൽ b/a റേസ് ടു m ആണ്. അപ്പം ഇവിടെ നമുക്ക് എന്തൊക്കെയാണ്
തന്നിരിക്കുന്നത് 1/2 റേസ് ടു -2 എന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേടാ? അപ്പൊ എന്ത് ചെയ്യണം? ഇത് 2/1 റേസ് ടു 2 ആണ്. 2/1 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യനെ 1 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെ 2ന്റെ സ്ക്വയർ എത്ര വരും? 4 വരും. അങ്ങനെയെങ്കിൽ 1/3 ഓൾ റേസ് ടു -2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3/1 റേസ് ടു 2 ആയിരിക്കും. എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ ആയിട്ടുള്ള 9 ആയിരിക്കും. വീണ്ടും 1/4 ഓൾ റേസ് ടു -2 എന്ന് പറയാൻ എത്രയായിരിക്കും? 4/1 റേസ് ടു 2 ആയിരിക്കും. അത് എത്ര വരും? 4 സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 വരും. ഇനി എന്ത് ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടെ കൂട്ടണം അല്ലെ? 4ഉം 9ഉം 16ഉം കൂടെ കൂട്ടുമ്പോൾ 29 എന്ന് വരുന്നു. ഓക്കെയാണ്? എല്ലാവർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെറ്റ് അല്ലേ? ശരി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കുക. ആർ എന്നത് ക്യൂവിൻ്റെ മകളാണ്. ആർ എന്നത് എന്താണ്? ക്യൂവിൻ്റെ മകളാണ്. അപ്പം നോക്കുക, ആർ എന്ന് പറയുന്നത് ക്യൂവിൻ്റെ മകളാണ്. അപ്പം ആറ് എന്നത് ക്യൂവിൻ്റെ മകളാണ്. ആർ എന്നത് ക്യൂവിൻ്റെ മകളാണ്. അപ്പം തിരിച്ചല്ലേ വരുന്നത് അല്ലേ? അപ്പം ക്യൂ ആണ് ആര്? ആറിൻ്റെ അമ്മ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ക്യൂ എന്ന് പറയുന്നത് ആറിൻ്റെ അമ്മയായിരിക്കും. ഓക്കെ, അപ്പം നോക്കുക, ക്യൂ ആർ എന്നത് ക്യൂവിൻ്റെ മകളാണ്. ഓക്കെ, ക്യൂവിൻ്റെ മകൾ. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചെഴുതുമ്പോൾ തിരിച്ചാണ് ഇനി വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ അമ്മ എന്ന് വരും. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാനിപ്പോൾ ഇവിടെ മകൾ എന്നുള്ള സാധനമാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ദാ നോക്കിക്കേ, അടുത്ത എന്താ പറഞ്ഞത്? എം എന്നത് ബിയുടെ സഹോദരിയും, എം എന്ന് പറയുന്നത് ബിയുടെ എന്താണടാ? സഹോദരിയാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ബി എന്നത് ക്യൂവിൻ്റെ മകനാണ്. ബി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ മകനാണ്. ബി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ മകനാണ്. ഓക്കെ ആണല്ലോ? എങ്കിൽ എമ്മും ആറും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ എം എന്ന് പറയുന്ന ആരാണ്? ബിയുടെ സഹോദരിയല്ലേ? എം ബിയുടെ സഹോദരിയാണ്. അപ്പോൾ എം ബിയുടെ സഹോദരിയാണ്. ഇനി ബി എന്ന് പറയുന്ന ആരാണ്? ക്യൂവിൻ്റെ മകനുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എം എന്ത് തന്നെയായിരിക്കും? ക്യൂവിൻ്റെ മകളായിരിക്കും. അപ്പോൾ ആറും എമ്മും തമ്മിലുള്ള ബന്ധം എന്താണ്? എമ്മിൻ്റെ ആറും എമ്മും സഹോദരങ്ങളായിരിക്കും. വ്യക്തമായിട്ട് പറഞ്ഞാൽ ആറിൻ്റെ സഹോദരിയാണ് എം എന്നായിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ ആൻസർ. ഇവർ രണ്ടുപേരും സഹോദരങ്ങളായിരിക്കും. ഇത് മകളാണ്, ഇതും മകളാണ്. അപ്പോൾ ആറിൻ്റെ സഹോദരിയാണ് എം. ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഓക്കെയാണ്? ക്ലിയർ ആയിട്ട് മനസ്സിലായി? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു കണ്ണാടിയിൽ ഒരു ക്ലോക്കിൻ്റെ പ്രതിബിംബത്തിലെ സമയം 4:30 ആണെങ്കിൽ ആ ക്ലോക്കിലെ യഥാർത്ഥ സമയം എന്താണ്? അപ്പം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമുക്ക് തരുന്ന സമയം 1 മണിക്കും 11:59 11:59 ഇടയിലാണെങ്കിൽ എന്ത് ചെയ്യുക? 11:60 നിന്നും ആ സംഖ്യയെ കുറയ്ക്കുക. ഇനി നമുക്ക് തരുന്നത് അപ്പോൾ അത് വ്യക്തമാണ്. നമുക്ക് തന്നിരിക്കുന്ന സമയം ദാ നോക്കുക, 11-നേക്കാട്ടിലും ചെറുതാണെങ്കിൽ 11:59 എന്നല്ല, 11-നേക്കാട്ടിലും ചെറുതാണെങ്കിൽ 11:60 നിന്നും കൂട്ടുക. ഇനി 11നും 1നും ഇടയിലാണെങ്കിൽ 11-നേക്കാട്ടിലും വലുതാണെങ്കിൽ എന്ത് ചെയ്യുക? 23:60 നിന്നും കുറയ്ക്കുക എന്നുള്ളത്. നിങ്ങൾ ഈ രണ്ട് ഫോർമുല ഓർക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഏത് തന്നാലും 23:60 നിന്നും കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റെയിൽവേ ടൈം ആയിരിക്കും. റെയിൽവേ ടൈമിനെ 12 അവർ ക്ലോക്കിലേക്ക് മാറ്റിയാലും മതി. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന സമയം 4:30 ആണ് എന്ന് പറയുമ്പോൾ 11-നേക്കാട്ടിൽ ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യാം? 11:60 നിന്നും 4:30 കുറയ്ക്കുമ്പോൾ എത്ര വരും മക്കളെ? 7:30 എന്ന് കിട്ടും അല്ലേ? 60 മിനിറ്റ് 30 മിനിറ്റ് 30 മിനിറ്റ് 11 4 പോയാൽ 7:30 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആയിരിക്കും എന്ത്? നമ്മളുടെ ആൻസർ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി? ഓക്കെയാണ്? ശരി, ഇനി അടുത്ത ചോദ്യമാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെ വലിയ ഫോർമുലകളിലേക്കൊന്നും പോകണ്ട, വ്യക്തമായിട്ടുള്ള വസ്തുത മനസ്സിലാക്കുക. ഇവിടെ എന്താണ് പറയുന്നത്? 30 സാധനങ്ങളുടെ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് അല്ലേ? 30 സാധനങ്ങളുടെ കോസ്റ്റ് പ്രൈസും എക്സ് സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണ്. എക്സ് സാധനങ്ങൾ ഞാൻ വിറ്റു, അതിൻ്റെ വില എത്ര എണ്ണം വിറ്റു എന്ന് എനിക്കറിയില്ല, സെല്ലിംഗ് പ്രൈസും എനിക്കറിയില്ല. എക്സ് സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ലാഭശതമാനം എന്ന് പറയുന്നത്
25% എക്സിൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം എഴുതാൻ പറ്റുമല്ലോ, കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ എന്താണ്, കോസ്റ്റ് പ്രൈസിനെ ഇങ്ങോട്ട് വിടുക, കോസ്റ്റ് പ്രൈസിനെ ഇങ്ങോട്ട് വിടുക, ഈ 30നെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും, x/30 എന്ന് വരും. ഇതിൽ നിന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമുണ്ട്, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. കോസ്റ്റ് പ്രൈസ് എക്സും സെല്ലിംഗ് പ്രൈസ് 30 ആയിരിക്കും. എങ്ങനെയാണത് പറഞ്ഞത്, ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ, A/B = C/D എന്ന് പറഞ്ഞാൽ A = C ആയിരിക്കണം, B = D ആയിരിക്കണം. അതായത് ന്യൂമറേറ്റർ കറസ്പോണ്ടിങ് ന്യൂമറേറ്ററുകളും ഡിനോമിനേറ്ററുകളും യഥാക്രമമുള്ള ന്യൂമറേറ്ററുകളും ഡിനോമിനേറ്ററുകളും തുല്യമാവുമ്പോഴാണ് രണ്ട് ഫ്രാക്ഷൻ ഭിന്നസംഖ്യകൾ തുല്യമാണെന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, അത് കിട്ടി. ഇനി നമുക്ക് എന്തറിയാം, ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണടാ, ലാഭം ബൈ വാങ്ങിയ വില, ലാഭം ബൈ കോസ്റ്റ് പ്രൈസ്, ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ലാഭ ശതമാനം എന്ന് പറയുന്നത് എത്രയാണ്, 25ആണ്. ഇനി നിങ്ങൾക്കറിയാം ലാഭം എന്ന് പറയുന്നത് എപ്പോഴും എന്താണടാ, നമ്മളൊരു സാധനം വിറ്റതിൽ നിന്നും കോസ്റ്റ് വാങ്ങിയ പൈസ കുറച്ചാൽ മതി അല്ലേ. ലാഭം എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടുതലാണ് കിട്ടുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ് ലാഭം എന്ന് പറയുന്നത്. ഇവിടെ എത്രയാണ് വിറ്റ വില എന്ന് പറയുന്നത്, 30 ആണ്. ഇവിടെ എത്രയാണ് വാങ്ങിയ വില, എക്സ് ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും, 30 - എക്സ് ബൈ വാങ്ങിയ വില എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്, അത് എക്സ് എന്ന് എടുത്തു, ഇൻറ്റു 100. അതാണ് ആ പറയുന്ന 25 എന്ന് കിട്ടുന്നത്. ഇവിടെ 25% എന്ന് ഇട്ട് കളയരുത് കേട്ടോ. ഇവിടെ 25 എന്ന് പറയുന്നത് ആ ശതമാനമാക്കുകയാണ് ഇൻറ്റു 100 കൊണ്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്ന് പറ്റും, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം, ഇതും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 എന്ന് വരും അല്ലേ. ഇവിടെ എക്സ് ഈക്വൽ ടു ഇവിടെ എന്താ വരുന്നത്, 30 - എക്സ് ഇൻറ്റു 4 എന്ന് വരും. വേണമെങ്കിൽ ഇതിനെ എക്സ് ഈക്വൽ ടു, ഇനി ഇങ്ങോട്ട് എഴുതാം, എക്സ് ഈക്വൽ ടു ഇത് ഉള്ളിലേക്ക് ഗുണിക്കുന്നു. ഉള്ളിലേക്ക് ഗുണിച്ച് കഴിയുമ്പോൾ എന്തെഴുതാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ചെയ്ത കാര്യം ഒന്നുകൂടി ഒന്ന് എഴുതാം ഇങ്ങോട്ട്. ലാഭം എന്നത് എല്ലാവർക്കും ക്ലിയറായി, ലാഭം എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലിയറായി. ഇനി ഇവിടെ എഴുതിയ സാധനം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് എഴുതാം. ഓക്കെ ശരി, ഇതാ നോക്കിക്കോ മക്കളെ, ഇതാ നോക്കിക്കോ. ഞാൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാ ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ 25ആണ്. അവിടെ ശതമാനം എന്ന് ഇടരുത്. അതെന്ന് പറഞ്ഞാൽ ലാഭം എന്താണ്, ലാഭം എന്ന് പറഞ്ഞാൽ എപ്പോഴും സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ്. അപ്പോൾ വിറ്റ വില 30ഉം വാങ്ങിയ വില എക്സുമാണ്. ബൈ എക്സ് ഇൻറ്റു 100 എന്ന് വരും. 25 100ഉം വെട്ടുമ്പം ഇവിടെ 4 എന്ന് വരുന്നു. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ 1 എന്ന് വരും. അതായത് 1 ഈക്വൽ ടു 30 - എക്സ് ബൈ എക്സ് ഇൻറ്റു 4 എന്ന് വരും. ഈ എക്സിന് ഇപ്പുറത്തേക്ക് എടുത്താൽ എക്സ് ഈക്വൽ ടു 30 - എക്സ് ഇൻറ്റു 4 എന്ന് വരും. അതായത് എക്സ് സമം ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 120 - 4x 120 - 4x എന്ന് വരും. ഇനി ഇതിന് ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, 5x ഈക്വൽ ടു 120 എന്ന് വരും. 5x ഈക്വൽ ടു 120. അതായത് 5x ഈക്വൽ ടു എനിക്ക് എന്ത് വേണമെങ്കിൽ കാണാം, 12 × 10 എന്ന് കാണാം. 5ഉം 10 കൂടെ വെട്ട് ഇവിടെ 2 വരും. എക്സ് എന്ന് പറയുന്നത് 24 എന്ന് വരുന്നു. ഓക്കെയാണ്. അപ്പോൾ ഓപ്ഷൻ ബി 24 ആയിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് എങ്ങനെ വന്നു എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്, കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ലാഭ ശതമാനത്തിൻ്റെ ആ സൂത്രവാക്യം കൂടെ അറിഞ്ഞാൽ സെറ്റാണ് കാര്യങ്ങൾ. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി നോക്കുക, പോയിന്റ് 3 എക്സെട്ര എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടൊരു കാര്യമാണ്. 1 ≤ n ≤ 8. 1 മുതൽ 8 വരെയുള്ള ഏത് സംഖ്യയെ നിങ്ങൾ എടുത്തോ അതിന് ഏതിനെയും നിങ്ങൾ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന പോയിന്റ് n എക്സെട്ര എന്നായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 3നെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് 3 എക്സെട്ര ആയിരിക്കും. അതിൻ്റെ ലഘുതമ രൂപമാണ്, അല്ലെങ്കിൽ ലഘൂകരിച്ച രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. 3/9 എന്ന് പറഞ്ഞാൽ എന്താണ്, വെട്ടിപ്പോയിട്ട് 1/3 എന്ന് വരും. ഓക്കെയാണ്. സോ നമ്മുടെ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ ആൻസർ. എല്ലാവർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്,
100 എന്നത് 400-ന്റെ എത്ര ശതമാനമാണ്? ഒരുപാട് രീതികളുണ്ട്. ഫോർമുല വെച്ച് വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ 400-ന്റെ എത്ര ശതമാനമാണ് 100 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 100% എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സംഖ്യ ആയിരിക്കും അല്ലേ? 400 എന്ന് പറയുന്നതായിരിക്കും 100%. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ 400-ന്റെ അല്ലെങ്കിൽ ഈ 400 100ആയി. ഓക്കെ ആണല്ലോ, 400 എന്നത് 100ആയി. അപ്പം ഈ 100 എന്ന് പറയുന്നത് ഈ 400-ന്റെ എത്ര ശതമാനമാണെന്ന് ചോദിക്കുന്നത്. 100% 400 ആണെങ്കിൽ ഈ 100 എന്ന് പറയുന്നത് 400-ന്റെ എത്ര ശതമാനമാണ്? എടാ, ഈ 400 100 ആയത് എങ്ങനെയാണ്? അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ അതേ സാധനം ഇതാ ഇവിടെയും ചെയ്യുക. 100-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 25% എന്ന് കിട്ടും. അതായത് 400-ന്റെ 25% എന്തെന്ന് പറയുന്നത് 100 എന്ന് പറയുന്നത്. 400-ന്റെ 25% 100 എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ ആണല്ലോ? വേണമെങ്കിൽ നമുക്ക് സംശയം ചെയ്ത് നോക്കാം. 400 × 25/100 എന്ന് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യും? 2 0 പോയി 2 0 പോയി. 25 × 4 എന്ന് പറയുമ്പം 100 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പം 400-ന്റെ 50% എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 400-ന്റെ പകുതി കണ്ടാൽ മതി, 200 ആയിരിക്കും. ആ 200-ന്റെ പകുതി എന്ന് പറയുമ്പം ഈ 50%-ന്റെ പകുതി 25% ആ 100 വരുന്നത്. അങ്ങനെയും ചിന്തിക്കാം. പല രീതിയിൽ നമുക്ക് ചിന്തിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദാ നോക്കിക്കേ, ഒരു ക്ലോക്കിലെ സമയം 7:20 ആകുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലുള്ള കോണളവ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇക്വേഷൻ. ഏതാണടാ? 30h - 11.5 മാക്കാച്ചി. 30h - 11.5 മാക്കാച്ചി വെച്ച് ചെയ്യാം. ഇവിടെ h എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 7. ഇനി m എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 20. അപ്പം 30 × h എന്ന് പറയുമ്പം 7 - 11/2 × 20 എന്ന് വരും. ഇതും കൂടെ വെട്ടിപ്പോവും. ഇത് 10 വരും. ഇവിടെ എത്ര വരും? 210 - 110 എന്ന് വരും. അതായത് 100 ഡിഗ്രി എന്ന് വരും. ഓപ്ഷൻ എ ആയിരിക്കും നമ്മളുടെ ആൻസർ. ഒറ്റ ഫോർമുല ഉണ്ടെങ്കിൽ ഏതാ? ഈ ഒരു ഒറ്റ ഫോർമുല കൊണ്ട് നിങ്ങൾക്ക് അത് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് 30h - 11.5 മാക്കാച്ചി എന്നോർത്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഇനി അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒറ്റയാനെ കണ്ടെത്തുക. 2, 5, 10, 17, 26 ഇവിടെ എഴുതാം കേട്ടോ. 2, 5, 10, 17, 26, 37, 50, 64 എന്നിങ്ങനെ പോവുകയാണ്. നിങ്ങൾ നോക്കിക്കേ, 2 3 ആയി, 5 10 ആയി. അപ്പം ഗുണനമൊന്നുമല്ല, ആഡ് ചെയ്താണ് പോണെന്ന് നമുക്ക് നോക്കാം. 2-ന്റെ കൂടെ 3 കൂട്ടിയാൽ 5 കിട്ടും. 5-ന്റെ കൂടെ 5 കൂട്ടിയാൽ 7 കിട്ടും. 10 കിട്ടും. 10-ന്റെ കൂടെ 7 കൂട്ടിയാൽ 17 കിട്ടും. 17-ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ്? 9 കൂട്ടിയാൽ 26 കിട്ടും. 26-ന്റെ കൂടെ 11 കൂട്ടിക്കഴിഞ്ഞാൽ 26-ന്റെ 17ഉം 9ഉം 17ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ടോ നോക്കുക. 9 1 10 6 26 കിട്ടുന്നുണ്ട്. ഇനി 26-ന്റെ കൂടെ 11 കൂട്ടിക്കഴിഞ്ഞാൽ 37 കിട്ടുന്നുണ്ട്. 37-ന്റെ കൂടെ എന്താണ്? 13 കൂട്ടിയാൽ 7 3 10 0 1 5 50 കിട്ടുന്നുണ്ട്. ഇനി 13 കൂട്ടുമ്പോൾ അല്ലേ? ഇനി 50-ന്റെ കൂടെ കൂട്ടുന്നത് എത്രയാണ്? അടുത്ത ഒറ്റ അക്കം ഏതാണ്? 15 65 വരേണ്ടത്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്? 64. 65 വരേണ്ടടുത്ത് വന്നിരിക്കുന്നത് 64. അപ്പോൾ ഒറ്റയാൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ ബാക്കി എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്യാത്ത ഒരാളെ കണ്ടെത്തുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 64 വരേണ്ടടുത്ത് 65 വരേണ്ടടുത്ത് വന്നിരിക്കുന്നത് 64. അപ്പോൾ 64 ആയിരിക്കും നമ്മളുടെ ഒറ്റയാൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയി. അപ്പോൾ ഇതാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തൊട്ട് കഴിഞ്ഞ വർഷങ്ങളല്ല, പ്രീവിയസ് ഇയർ ബീറ്റ് ഫോറസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് 2022 ചോദിച്ചിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടൺ, അതായത് ലൈക്ക് സ്മൈലി, നമ്മളെ തംസപ്പ് സ്മൈലിയില്ലേ, അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇനിയും ഇത് വേണമെന്നുള്ളത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ മക്കളെ ഈ സമയം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് സെറ്റായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. എന്താ ചെയ്യേണ്ടത്? സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ള സാധനം ഇവന്മാരെ കൈവിടാതെ, അതുപോലെ കറണ്ട് അഫയേഴ്സും ഇവന്മാരെ കൈവിടാതെ കൃത്യമായിട്ട് മുമ്പോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോക്കോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ
നിങ്ങളുടെ ലക്ഷ്യം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒപ്പം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ടോപ്പെക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.